നഗരസഭ ഭരിച്ച BJP ആ റോഡിനെതിരെ നിന്നവരാണ്. അപ്പൊ അതുപോലെ നഗരത്തിലും വാർഡിലും വികസനം വരണം പറഞ്ഞാൽ MP MLA അവരുടെ ഫണ്ടിന്റെ ഒക്കെ ആവശ്യമുണ്ട്. തികച്ചും ഔദ്യോഗികമായിട്ടാണ് പോയത്. പാലക്കാടിന്റെ തികച്ചും ഔദ്യോഗികമായിട്ടാണ് പോയത്. അദ്ദേഹം പാലക്കാടിന്റെ MLA ആണ്. റിനിയുടെ പോസ്റ്റ് നിങ്ങൾ കണ്ട? റിനിയുടെ പോസ്റ്റ് നമ്മുടെ VD സതീശനെ പൊക്കി അടിച്ചിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക് എൻ്റെ പൊന്നോ. പിന്നെ ഗൈസ്, എൻ്റെ ചാനൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്തേക്കണം. നമ്മൾ 1 lakh സബ്സ്ക്രൈബേഴ്സിലോട്ട് പോകാൻ ഇനി വെറും 400 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. ഒരു 1 lakh അടിച്ചാലും സന്തോഷിക്കട്ടെ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. രാഹുൽ സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. നമ്മുടെ റിനിയുടെ ഒരു പോസ്റ്റ് കണ്ടു. ഇതെന്റെ നേതാവിന്റെ വിജയം, ഒരേ ഒരു രാജാവ്. പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിച്ച് റിനി ആൻഡ് ജോർജ്. ഇവിടെയൊക്കെ ഈ അഭിനന്ദനങ്ങളും അതും ഇതുമൊക്കെ ഈ പറയുന്ന VD സതീശൻ ആവശ്യമുണ്ടോ? എന്റെ പൊന്ന് VD സതീശ, എന്റെ പൊന്ന അങ്കിളെ, ഞാൻ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഇതുപോലുള്ള ആൾക്കാരെ അടുപ്പിക്കാതിരിക്കുക. എന്റെ നേതാവിന്റെ വിജയം, VD സതീശനെ അഭിനന്ദിച്ച് റിനി. എന്റെ പൊന്നോ, ഇത് എന്റെ നേതാവിന്റെ വിജയം. അപമാനിച്ചവർക്കുള്ള ശക്തമായ മറുപടി. UDFന് അഭിനന്ദനവുമായി നടി റിനി ആൻഡ് ജോർജ്. ഓക്കെ, ഈ റിനി തന്നെ ഈ അടുത്ത ടീച്ചർ അമ്മയുടെ അടുത്തും പിന്നെ വേറെ കുറെ സഖാക്കളുടെ കൂടെ ഒക്കെ ഇരുന്ന് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സ്റ്റാൻഡ് ഇല്ല കേട്ടോ. നിങ്ങൾ കണ്ടോ, ഇപ്പൊ കേരളം ഈ പിണറായി സർക്കാർ 3.0 പിടിച്ചെടുക്കുവാണെങ്കിൽ ഈ ചേച്ചി വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. കാലുവാരി എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരാളായിട്ട് നമുക്ക് കൂട്ടാം. ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു പെണ്ണാണ്. കാരണം സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കാനും എന്താ പറയുക, സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകൾ വീക്കിനെ ഇട്ട് ബീച്ചിലോട്ട് പോകണം, അതൊക്കെ നോർമലായിട്ട് കാണണം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിനി. പിന്നെ അതുപോലെ തന്നെ റിനി പറഞ്ഞ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, റൂം എടുക്കുന്ന കാര്യം. സ്വകാര്യ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒരു ഹഗ് പ്രതീക്ഷിക്കാനും ഒരു കിസ് പ്രതീക്ഷിക്കാനും ഇങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ സംസാരം കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു റൂം എടുക്കുന്നത് കിസും ഹഗും ഒക്കെ മാത്രമേ ഗേൾസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ചേച്ചി അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെയാണ് ഈ നാട്ടുകാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു ഇപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും ഇവൻ എന്ത് തേങ്ങയാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, ഈ പെണ്ണ് പറഞ്ഞിട്ടുള്ള സംഭാഷണമാണ് ഞാൻ ഈ പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, ഒരു വിവരം കെട്ട രീതിയില ആൾക്കാരെ വെറും മണ്ടരാക്കുന്ന രീതിയിലാണ്. കാരണം അവക്കൊരു മണ്ണാങ്കട്ട അറിയത്തില്ല, എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞ. കേരളം മനസ്സിലാക്കും, അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള കുറെ എന്തോ വെറുത്ത കുറെ ചിന്താഗതി. അങ്ങനത്തെ ഒരു പെണ്ണായിട്ട് എനിക്ക് ഈ റിനിയെ ഫീൽ ചെയ്യുന്നത്. ഓട്ടെ, അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഇപ്പൊ രാഹുലിനെ പെടുത്തി ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ വേറൊരു വിഷയം എന്താന്ന് വെച്ചാൽ, രാഹുൽ വോട്ട് ചെയ്ത് ആ വ്യക്തി ജയിച്ചിട്ടുണ്ട് അവരുടെ വാർഡിലാണ്. ആ വ്യക്തി രാഹുലിനെ കാണാൻ വേണ്ടി അവിടെ പാലക്കാട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയക്കാർ ഈ പറയുന്ന അവരങ്ങ് പൊതിയുക, മീഡിയക്കാരങ്ങ് പൊതിഞ്ഞങ്ങ് ഇതാ ചെയ്യുക, നല്ല രീതി പൊതിയുക. എന്തിനാണ് പോയത്, അങ്ങനെയാണ് മറ്റാണ്. അദ്ദേഹം ഒരു പാലക്കാട് MLA ആണ്. അദ്ദേഹത്തിനെ കാണാൻ പോകുന്ന അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പോയതൊരു കോൺഗ്രസ്സുകാരനാണ്. ഈ മീഡിയക്കാരെ പരമാവധി മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഒന്ന് വെച്ച് തരാം. തികച്ചും ഔദ്യോഗികമായിട്ടാണ് പോയത്. അദ്ദേഹം പാലക്കാടിന്റെ MLA ആണ്. കഴിഞ്ഞ വർഷത്തിൽ അനൗദ്യോഗികമല്ല, ഔദ്യോഗികമായിട്ട് തന്നെയാണ് പോയത്. കഴിഞ്ഞ വർഷത്തിൽ MLA ഫണ്ട് വിനിയോഗിച്ചിട്ട് 30 കൊല്ലമായിട്ട് നടക്കാത്തൊരു റോഡ് ഞാൻ ഇപ്പോൾ പ്രതിനിധിയായ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10 കൊല്ലവും നഗരസഭ ഭരിച്ച BJP ആ റോഡിനെതിരെ നിന്നവരാ. അപ്പോൾ അതുപോലെ നഗരത്തിലും വാർഡിലും വികസനം വരണം പറഞ്ഞാൽ നമുക്ക് MP MLA അവരുടെ എല്ലാം ഫണ്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതിലുപരി അദ്ദേഹം നമ്മുടെ പാലക്കാടിൻ്റെ MLA കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയി കണ്ടതാണ്. ഇന്നലെ ഇപ്പോൾ പോയി കണ്ട് ഒരു കൗൺസിലർ MLA കാണുക എന്നുള്ളതിനപ്പുറം ഒരു വൈകാരികമായ ഒരു പ്രകടനവും കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്ത വാർഡിലെ ഒരു വോട്ടറും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്രയും ആരോപണങ്ങളും അപമാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ആ ഒരു വോട്ട് പാഴാക്കാതെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വാർഡിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പോയി തോന്നി. അതിലൊരു തെറ്റുമില്ല എൻ്റെ പൊന്നു ബ്രോ, ഒരു തെറ്റുമില്ല. നിങ്ങൾ ചെയ്ത കറക്റ്റ് കാര്യമാണ്. അങ്ങനെ വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ വാർഡിൽ എൻ്റെ അമ്മ ഇലക്ഷനിൽ നിന്നായിരുന്നു. 9 വോട്ടിന് എൻ്റെ അമ്മ തോറ്റുപോയി. UDF സ്ഥാനാർത്ഥിയാണ്. മുതുകുളം, അതായത് ആലപ്പുഴ ഹരിപ്പാട് മുതുകുളത്താണ് എൻ്റെ വീട്. ഞാൻ പലവട്ടം എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അമ്മ തോറ്റുപോയത് 9 വോട്ടിനാണ്. ഓക്കെ, അപ്പം ആ വാർഡിൽ തന്നെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാർഡിൽ കുറഞ്ഞൊരു വോട്ടിന് തോറ്റ് എന്തായാലും കഴിഞ്ഞ വട്ടമൊക്കെ ആ വാർഡിൽ 200-210 ഒക്കെ ഭൂരിപക്ഷത്തിനോട് ജയിച്ചാണ് എതിർ പാർട്ടിക്കാർ. അവിടെ നമ്മൾ ഈ തുച്ഛമായിട്ടുള്ളൊരു വോട്ടിന് മാത്രമാണ് തോറ്റത്.
ഓക്കെ, എനിക്ക് ഈ ഒരു കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോഴും തോറ്റ് കഴിഞ്ഞ് ഇന്ന് രാവിലെ എൻ്റെ അമ്മയും ഞാനും കൂടെ ഓരോ വീടുകളും കയറി നന്ദി പറയാൻ വേണ്ടി. കാരണം നമുക്ക് ഇത്ര വോട്ട് കിട്ടിയതാണ്. അവരോട് എല്ലാവരോടും നമ്മൾ നന്ദി പറയാൻ പോയി. കാരണം നമ്മുടെ കണ്ണിൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരെ കാണാൻ പോകണം, അതാണ് വേണ്ടത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇദ്ദേഹവും ചെയ്തത്. ഇത് കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. രാഹുലിനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറ്റിയെന്ന് പറയുന്നുണ്ടെന്നല്ല, മാറ്റി. അദ്ദേഹം ഇനി സ്വതന്ത്രനായിട്ട് ഇന്നലെ പുല്ലുപോലെ ജയിക്കും. ഇന്ന് തഴഞ്ഞിട്ടവന്മാര് നാളെ കറങ്ങി തിരിഞ്ഞതൊക്കെ രാഹുലിന്റെ കൈ വന്നാലോ, ഒറ്റ സീറ്റ്. രാഹുൽ വിചാരിച്ചാലേ UDF സീറ്റ് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവന്മാര് പോയിട്ട് രാഹുലെ ക്ഷമിക്ക് വിടുന്നു പറഞ്ഞിട്ട് ഇവര് തന്നെ തിരിച്ചെടുക്കും. ഉറപ്പാ. അങ്ങനെ ഇത് വരാതിരിക്കട്ടെ. കോൺഗ്രസ് നല്ല ശക്തയോടെ തന്നെ തിരിച്ചു വരട്ടെ. നല്ല കാര്യങ്ങളും കോൺഗ്രസിന്റെ നിലപാടും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇത് എപ്പോഴും കാണണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, പാർട്ടി സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്, പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എല്ലാ കാര്യത്തിനോടും എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് എല്ലാം തുറന്ന് പറയാം. ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു വീഡിയോയുടെ ഒരു പോർഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി പല നേതാക്കന്മാരെ കാണിച്ച് നമുക്ക് സസ്പെൻഷനോ കോപ്പോ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാകട്ടെ. ഞാൻ ഉണ്ടാക്കിയാൽ എൻ്റെ വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും പാർട്ടിയിൽ നിന്ന് കൈവിട്ട് കാര്യമൊന്നുമല്ല നമ്മൾ തിന്നുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗമായി ജയിച്ച ആളുകൾ പോയി കാണുന്നൊരു പ്രശ്നമില്ല, സംഘടനാപരമായ പ്രശ്നമില്ല. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം മാത്രമാണുള്ളത്, അല്ലാതെ ബാക്കിയുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണല്ലോ. അപ്പോ അദ്ദേഹത്തിന് കോടതി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ടിയോട് ചോദിക്കുമ്പോൾ പാർട്ടി പറയുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ടൊരു ബന്ധമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാഹുലുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് പാർട്ടി എപ്പോഴും പറയുന്നത്. ഞങ്ങൾക്ക് രാഹുലുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസ്, ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ജയിച്ച ആളുകൾ അദ്ദേഹത്തെ പോയി കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പാർട്ടിയോടൊപ്പം അല്ല രാഹുലിനോടൊപ്പം എന്നുള്ള സന്ദേശമല്ല അസംതൃപ്തങ്ങൾ നൽകുന്നത്. അങ്ങനെയല്ല, പാർട്ടിയുടെ കൈചിഹ്നത്തിലാണല്ലോ ഞങ്ങളെല്ലാം മത്സരിച്ചത്. പാർട്ടിയോടൊപ്പം തന്നെയാണ്. അദ്ദേഹം പാലക്കാടിന്റെ MLA ആണ്. അതുകൊണ്ട് തന്നെ അതിലുപരി വാർഡിലെ ഒരു അംഗം കൂടിയാണ്. ഇന്നലെ സന്ദർശിച്ച മോഹൻ ബാബു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിൽക്കുന്ന വാർഡിലത്തെ പ്രതിനിധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യവും കാണേണ്ട ഒരു ആവശ്യകത വരും. അതുകൊണ്ടാണ് പോയി കാണുന്നത്. അതെ, പോയി കാണണം. കാരണം നാളെ ഒരു ആവശ്യത്തിന് സാറേ എനിക്ക് ഇന്ന പോലാണ്, എൻ്റെ വാർഡിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാനുള്ള കാര്യങ്ങളും അധികാരം നമുക്കുണ്ട്. ധൈര്യമായിട്ട് പോകണം. ഇതിന് ഈ കിളവന്മാരുടെ സംസാരങ്ങളും രീതികളും നമുക്ക് പിടിക്കാൻ പറ്റാത്തത്. ഈ കിഴങ്ങന്മാരുടെ രീതികൾ നമുക്ക് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ആയിക്കോട്ടെ, നമുക്ക് രാഹുൽ പോയിന്റ് കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വെച്ച് തരാം. അവിടെ പോയി സന്ദർശിച്ച വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കാണും. നമുക്ക് സംസാരിക്കാം. അങ്ങനെയൊക്കെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കുന്നില്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ കണ്ട സന്തോഷം. ഇലക്ഷൻ കഴിഞ്ഞു, നഗരസഭ BJP തന്നെയാണ് ഏറ്റവും വലിയ അധ്യക്ഷൻ. കഴിഞ്ഞ ഓണത്തേക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല, മാറ്റം ഉണ്ടായിരുന്നല്ലേ? മാറ്റം. ഞാൻ ഇതിനകത്താകെ പറയാനായിട്ടുള്ളത്, ജനം വളരെ പ്രബുദ്ധരാണ്. നമ്മൾ അവർ യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞ് എത്ര മറ്റൊച്ചകൾ വെച്ചാലും അവർ കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കും. അവർ യഥാർത്ഥത്തിൽ കാണേണ്ട കാഴ്ചയെ നമ്മൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ച് വേറെ എന്തെല്ലാം കാഴ്ച. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇന്ത്യക്കൊക്കെ നല്ല ഹോപ്പുള്ളൊരു ഇതാണ്. നല്ല സീറ്റും കാര്യങ്ങളും ഉള്ള സമയത്ത് കോൺഗ്രസ് അവിടെ കൂടുതലും പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ രാഹുലിനെ ഏത് രീതിയിലാണെങ്കിൽ പോലും അടിച്ച് എന്തുണ്ടെങ്കിലും കുത്തിപ്പൊക്കി അയാളുടെ നെഞ്ചത്തോട്ട് കയറി ചെല്ലുന്ന പോലെ. ഇപ്പൊ റിനിയെ കണ്ടില്ലേ? പുള്ളി അവസരത്തിനൊത്ത് ചാടിക്കൊണ്ടിരിക്കുക. റിനിയെ പോലെ ഒരു പെൺകുട്ടി അവസരത്തിനൊത്ത് ഇപ്പൊ VD സജീഷിനെ പോരുത്തുന്നുണ്ട്. നാളെ കോൺഗ്രസ് ഒന്ന് താഴോട്ട് പോകട്ടെ, ഇവിടെ അപ്പുറത്തോട്ട് ചാടുന്ന ഒരു ഇനവാ, അപ്പുറത്തോട്ട് ചാടുന്നത്. അതുപോലെ തന്നെ രാഹുലിനെ ഇഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കോൺഗ്രസിൽ ആൾക്കാർ തന്നെ ഉണ്ട് ഇപ്പോഴും. അത് ഇവിടുത്തെ നേതാക്കന്മാർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അങ്ങ് പൊള്ളട്ടെ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. രാഹുലിനെ പോലുള്ളവർ നമ്മുടെ നാട്ടിൽ വേണം. അതാണ് എൻ്റെയും കൂടെ ഒരു ആവശ്യം.
വേണം 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 വേണം. ഓക്കെ, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കാം എവിടെ ചെന്ന് അവസാനിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ് ചെയ്യുക. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.